ഇത്തയുടെ പദ്ധതിയെ തകർത്ത് അലീനയെ കെട്ടിപ്പിടിച്ച് എൽസമ്മ. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, നമ്മുടെ എൽസമ്മയുടെ അടുത്ത് ധ്യാനത്തിന് പോയിരിക്കുന്നിടത്തുള്ള കൗൺസിലിങ്ങിൽ എൽസമ്മയോട് പറയുന്നുണ്ട്, നിങ്ങളൊരു പെൺകുട്ടിയെ കണ്ടുമുട്ടുമെന്നും ആ പെൺകുട്ടിയായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യം കൊണ്ടുവരാനായിട്ട് പോകുന്നതെന്നും പറയുന്നൊരു കാഴ്ച കാണാൻ കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ പെൺകുട്ടിയെ സ്നേഹിക്കണമെന്നും ബഹുമാനിക്കണമെന്നും പറഞ്ഞു വെച്ചിട്ടുണ്ടാകും നമ്മുടെ അച്ഛൻ കേട്ടോ. ഇതേ സമയമാണ് റീത്ത ഇങ്ങനെ ഒരു സംഭവം വിളിച്ച് പറയുന്നത് എന്ന് കാണാം. അതുകൊണ്ട് തന്നെ ഇനി അത് ആ പെൺകുട്ടി തന്നെ ആയിരിക്കുമോ എന്നൊരു ചിന്ത ആർക്കുണ്ട്? നമ്മുടെ എൽസമ്മയുടെ മനസ്സിലുണ്ട്. പക്ഷേ ഈ വക കാര്യങ്ങളൊന്നും എൽസമ്മ റീത്തയോട് സംസാരിക്കുമ്പോൾ വെളിപ്പെടുത്തുന്നില്ല എന്ന് കാണാൻ കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. അപ്പോൾ എപ്പിസോഡിൽ നമ്മുടെ പൗലോസിൻ്റെ കള്ളക്കളികളാണ് ഇനി 2 ദിവസത്തേക്ക് കാണാനായിട്ട് കഴിയുക. അതായത് അലീനയെ പുറത്താക്കാനുള്ള താൻ പോവുകയാണെങ്കിൽ കൂടെ അലീനയും ഈ വീട്ടിൽ നിന്ന് പോകണമെന്നുള്ള ചിന്തയാണ് പൗലോസിനെന്ന് കാണാനായിട്ട് സാധിക്കും. പൗലോസ് എന്ന പെരുങ്കള്ളൻ അലീനയെ തുരത്താനും അലീനയുടെ മനസ്സമാധാനം തകർക്കാനുമായിട്ട് ഓരോ കളികൾ കളിച്ചു തുടങ്ങുകയാണ് എന്ന് കാണാൻ കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. ഇവിടെയാണെങ്കിലോ സ്റ്റാൻലി പൗലോസിനോട് പറയുന്നുണ്ട്, നാളെ നേരം വെളുത്ത് അലീനയ്ക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ പാടുള്ളൂ, ഭക്ഷണം ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്നും ചെയ്യേണ്ടതില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പൗലോസാണെങ്കിൽ പൗലോസിൻ്റെ ഇഷ്ടത്തിന് പൗലോസ് ചെയ്യാറുള്ള മാതിരി ചെയ്തു വയ്ക്കുകയാണ് എന്ന് കാണാൻ സാധിക്കും. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ അലീനയാണെങ്കിൽ പൗലോസിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. തുടർന്ന് പൗലോസിനോട് പറയുകയാണ്, പൗലോസേട്ടാ, ഞാൻ പറയുന്ന മാതിരിയാണ് ഇവിടെ ചെയ്യേണ്ടത്, പൗലോസേട്ടന് തോന്നിയ മാതിരി ചെയ്യേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. ഇതേ സമയമാണെങ്കിൽ പൗലോസാണെങ്കിൽ പറയാണ്, എന്നെ നിയമിച്ചേക്കണതേ കേണൽ സാബാണ് എന്ന് പറയുമ്പോൾ ആ സാബ് തന്നെയാണ് നിങ്ങളുടെ അടുത്ത് ഇന്നലെ പറഞ്ഞത് എന്നെ അനുസരിക്കാൻ പറ്റില്ലെങ്കിൽ ഇവിടെ നിൽക്കേണ്ട എന്ന്. ഇപ്പം ഞാൻ പറയാണ്, നിങ്ങൾ ഈ അടുക്കളയിലൊന്നും ചെയ്യേണ്ടതില്ല. ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ ഈ അടുക്കളയിൽ കയറേണ്ടതില്ല എന്ന് പറയുന്നു. കേണൽ സാബിൻ്റെ മകളായ ഞാനാണ് പറയുന്നത്, നിങ്ങൾ ഈ അടുക്കളയിലല്ല ഈ വീട്ടിൽ ഇന്ന് ജോലി ചെയ്യേണ്ട എന്ന്. മര്യാദയ്ക്ക് എന്നെ അനുസരിക്കാമെന്നുണ്ടെങ്കിൽ മാത്രം ജോലി ചെയ്താൽ മതി എന്ന് പറയുന്നു. നിങ്ങൾക്ക് 1 ദിവസം കൂടി സമയമുണ്ട്. അതിനുശേഷം തീർച്ചയായും നിങ്ങളെ ഞാൻ പുറത്തേക്ക് വലിച്ചെറിയുമെന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ഈ വീട്ടിൽ നിന്നുള്ള അവസാന പോക്കായിരിക്കുമെന്ന് പറയുന്നതും കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഒരിക്കലും നിങ്ങളെ ഈ വീട്ടിലേക്ക് പപ്പ തിരിച്ചെടുക്കില്ല എന്ന് പറയുന്നതും കാണാൻ കഴിയുന്നുണ്ട്. ഇനി നിങ്ങൾ എനിക്കെതിരെ എന്ത് കളി കളിച്ചാലും അതൊന്നും നടക്കാനായിട്ട് പോകുന്നില്ല പൗലോസേട്ടാ, അത് നിങ്ങൾ മനസ്സിൽ വെച്ചോളൂ എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. ഇതേ സമയം കൃത്യം 1 ദിവസം പപ്പ രാവിലെ വരെയാണ് സമയം തന്നതെങ്കിൽ ഞാൻ 1 ദിവസം കൂടി കൂട്ടിത്തരികയാണ്. അതുകൊണ്ട് തന്നെ പൗലോസേട്ടനെ പിരിച്ചുവിടാനായിട്ട് പൗലോസേട്ടൻ തന്നെ കാരണമാവുകയാണെങ്കിൽ ഈ വീട്ടിലെ ജോലിയൊന്നും പൗലോസേട്ടൻ ചെയ്യണ്ട. ഇത് എൻ്റെ വീടും എൻ്റെ പപ്പയുടെ കാശിന് സമ്പാദിച്ച വീടും അവിടുത്തെ അടുക്കളയുമാണ്, അല്ലാതെ പൗലോസേട്ടൻ്റെ വീട്ടുകാരുടെയൊന്നുമല്ല. അതുകൊണ്ട് തന്നെ പൗലോസേട്ടൻ അടുക്കളയിൽ നിന്ന് ഇറങ്ങിപ്പോകണം. ഒരു കാര്യം തീരുമാനിച്ചുറപ്പിച്ചിട്ട് ഇവിടെ കയറിയാൽ മതി എന്ന് പറയുന്നതും കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ അലീന പപ്പയ്ക്കും വല്യപ്പച്ചനുമുള്ള ചായ ഇട്ടുകൊണ്ട് പോയി കൊടുക്കുകയാണ് എന്ന് കാണാൻ കഴിയുന്നുണ്ട്. പൗലോസ് നാണം കെട്ട് നിൽക്കുകയാണ് എന്നും കാണാൻ സാധിക്കും. ഈ നാണക്കേടിന് പ്രതികാരം ചോദിക്കണം, തിരിച്ചടി കൊടുക്കണം, അവളെ വേദനിപ്പിക്കണമെന്ന് വിചാരിക്കുന്ന പൗലോസ് ആണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ റീത്തയെ സഹായിക്കാനായിട്ടൊരുങ്ങുകയാണ്. ഇവിടെ നടക്കുന്നതെല്ലാം റീത്തയോട്, റീത്താമ്മയോട് പറഞ്ഞു കഴിഞ്ഞാൽ
റീത്താമ്മ വന്ന് വലിയൊരു പ്രശ്നമുണ്ടാക്കിക്കോളും. ആ പ്രശ്നം കാരണം തൻ്റെ ഈ ചെറിയ കാര്യം കേണൽ സാബ് വിട്ടുപോകുമെന്ന് വിചാരിക്കുകയും കൂടാതെ തന്നെയാണെങ്കിൽ തനിക്ക് വേണ്ടി കേണൽ സാബ് നിലയുറപ്പിക്കുകയും ചെയ്യും. ആ അലീന എന്ന് പറയുന്ന ആ പെണ്ണ് പോയി കഴിഞ്ഞാൽ താൻ രക്ഷപ്പെടുമെന്ന് ചിന്തിക്കുകയാണ് നമ്മുടെ ഇവൻ പൗലോസ്. പക്ഷേ കാര്യങ്ങൾ തകിടമറിയുന്നത് പൗലോസിൻ്റെ കൺമുമ്പിൽ കണ്ടിട്ടും പൗലോസ് റീത്തയ്ക്കായിട്ട് കാത്തിരിക്കുകയാണ് എന്ന് കാണാൻ സാധിക്കുന്നു. അതിൻ്റെയൊന്നും ആവശ്യകതയില്ലാന്ന് നമ്മുടെ പൗലോസിനോട് അലീന പലതവണ പറയുന്നുണ്ട്. ആര് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും പൗലോസേട്ടൻ പുറത്തു പോകുമെന്നുള്ള കാര്യം ഒരു താക്കീതെന്ന രീതിയിൽ അലീന പൗലോസിനോട് പറഞ്ഞു വെച്ചിട്ടും പൗലോസിന് കാര്യം പിടികിട്ടാതെ പൗലോസാണെങ്കിൽ അലീനയുടെ മുൻപിൽ തോറ്റു കൊടുക്കില്ല എന്നുള്ള വാശിയിൽ നിൽക്കുകയാണ് എന്ന് കാണാം. അത് പൗലോസിന് തന്നെ വിനയായി മാറുന്ന കാഴ്ചയാണ്, ദോഷകരമായി മാറുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുക. പൗലോസാണെങ്കിൽ പറയുന്നുണ്ട്, അതായത് റീത്ത ചേച്ചി ഒന്ന് വന്ന് സഹായിക്കണമെന്നും സഹായത്തിന് പ്രതിഫലം എന്ത് വേണമെങ്കിലും ചെയ്യാമെന്നും പറയുന്നത് കാണാൻ സാധിക്കും. എൻ്റെ പൗലോസേ, നീ എന്തെങ്കിലും ചെയ്ത് നിൻ്റെ തോന്നിവാസമൊക്കെ ചെയ്ത് പണി പോവാറായിട്ടുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം? ഞാൻ എന്തായാലും എൽസമ്മയും കൊണ്ട് വരാമെന്ന് പറയുകയാണ്. അങ്ങനെ എൽസമ്മയും കൊണ്ട് ചെല്ലുകയാണ് ധ്യാന കേന്ദ്രത്തിൽ. നേരെ അങ്ങോട്ട് പോകുന്നത്. അലീനയെ കണ്ടതും എൽസമ്മയ്ക്ക് അച്ഛൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മ വരികയാണ്. ഈ സ്വഭാവ സവിശേഷതയുള്ള പെൺകുട്ടി നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുമെന്നും, അതായത് മകളുടെ കാര്യവും നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലും ഉള്ള പ്രശ്നങ്ങളും എല്ലാം മാറുമെന്ന് പറയുന്നു. കൂടാതെ ദുഷ്ട കൂട്ടരിൽ നിന്നും നിങ്ങൾക്ക് രക്ഷ കിട്ടുമെന്നും പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ അലീനയുടെ കഥ കേട്ടതും നമ്മുടെ എൽസമ്മയ്ക്കാണെങ്കിൽ അലീനയെ കാണണമെന്ന് ആഗ്രഹം വരികയാണ്. ഒടുവിൽ അലീനയെ കണ്ട ശേഷം എൽസമ്മ ആ കാര്യം ഉറപ്പിക്കുകയാണ്. അതെ, അത് അവൾ തന്നെയാണ് തൻ്റെ രക്ഷക എന്ന് തിരിച്ചറിയുന്നത് കാണാൻ കഴിയുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ റീത്ത പുറത്ത് നിൽക്കുകയാണ്. റീത്ത അങ്ങനെ പുറത്ത് നിൽക്കുമ്പോൾ അകത്ത് നടക്കുന്ന സംഭവം വളരെ ഞെട്ടിക്കുന്നതാണ്. റീത്തയെ പൊളിച്ചടുക്കിക്കൊണ്ട് അലീനയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്ന നമ്മുടെ എൽസമ്മ. ആ കാഴ്ച നമ്മുടെ പൗലോസ് റീത്തമ്മയോട് പറയുന്നതും കാണാം, ഞെട്ടുന്നതും കാണാം.